കുടുംബത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ഖുത്ബകളിലായി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകത്തിൽ ഒരു ചെറിയ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ ബഷീർ നാടുവിട്ടു പോയ ആളാണ്. ഒരുപാട് നാടുകൾ കറങ്ങി വർഷങ്ങൾക്ക് ശേഷം ഒരു പാതിരാത്രി ബഷീർ തിരിച്ച് വീട്ടിൽ വരുന്നു. വാതിലിൽ മുട്ടിയതും ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. മോനെ കണ്ട മാത്രം ഉമ്മ ചോദിച്ചു, മോനെ നീ വല്ലതും കഴിച്ചു? ബഷീർ പറഞ്ഞു, ഇല്ല. അപ്പൊ ഉമ്മ പറയുകയാണ്, മോനുള്ള ഭക്ഷണം ഞാൻ ആ മുറിയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കൂ. ബഷീർ അത്ഭുതത്തോടു കൂടി ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ വരുമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി, മോനെ, നീ വീട്ടിൽ നിന്ന് പോയത് മുതൽ എല്ലാ രാത്രിയും ഞാൻ നിനക്കുള്ള ഭക്ഷണം വിളമ്പി വെച്ചിട്ടേ കിടക്കുമായിരുന്നു. നിന്നെ കാണാതെ വരുമ്പോൾ പിറ്റേ ദിവസം നിരാശയോടുകൂടി ഞാൻ തന്നെ അതെടുത്ത് കഴിക്കും. ഇത് പറഞ്ഞിട്ട് ബഷീർ അവിടെ എഴുതി വെക്കുന്നുണ്ട്, ഇതാണ് ഉമ്മ എന്ന്. ബഷീർ തന്നെ പറയുന്ന മറ്റൊരു അനുഭവമുണ്ട്. ബഷീറിനെ ഒരിക്കലും ഒരു ആദരിക്കുന്ന ചടങ്ങിന് ശേഷം പത്രക്കാരെല്ലാം കൂടി ബഷീറിനെ ഇങ്ങനെ വളഞ്ഞു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ സംഭവം എന്താണ്? ഏതെങ്കിലും വലിയ പുരസ്കാരമോ അവാർഡോ ഒക്കെ കിട്ടിയ കാര്യം പറയും എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന പത്രക്കാരോട് ബഷീർ പറഞ്ഞത്, ചെറുപ്പത്തിൽ എൻ്റെ മകൻ അനീസ് ബഷീറിന് ഒരു ദിവസം രാത്രി അനക്കമില്ലാതായി, പനി കൂടിയിട്ട് അനക്കമില്ലാതായി. ഞാനതൊക്കെ തകർന്നുപോയി. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു തുണിയും ചുറ്റിപ്പിടിച്ച് പുറത്തേക്ക് ഓടുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി. ഓടുന്ന വഴിയിൽ ഒരു വേരിൽ തട്ടി ഞാനൊന്ന് മറിഞ്ഞു. ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുഞ്ഞപ്പോൾ ഒന്ന് കരഞ്ഞു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവിസ്മരണീയമായ സംഭവം എന്ന് പറയുന്നത്. ബഷീർ പറയുന്നില്ലെങ്കിലും നമ്മൾ പറയും, ഇതാണ് വാപ്പ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ, അത്ഭുതകരമായ, വിസ്മയകരമായ രണ്ടുപേരാണ് മാതാവും പിതാവും എന്ന് പറയുന്നത്. ഒരു പാലം മുറിച്ചു കിടക്കാണ് വാപ്പയും മകനും കൂടി. അപ്പോ വാപ്പ പറഞ്ഞു, മോനെ, നീ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോളൂ. അപ്പൊ മോൻ പറഞ്ഞു, അത് വേണ്ട, വാപ്പ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോളൂ, അത് മതി. അപ്പൊ വാപ്പ ചോദിച്ചു, അതിനെന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പൊ മോൻ പറഞ്ഞു, അല്ല, ചിലപ്പോ എൻ്റെ കയ്യിലൊരു മുള്ളു കണ്ടാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടേക്കാം, പക്ഷെ എന്ത് സംഭവിച്ചാലും എൻ്റെ വാപ്പ കൈവിടുകയില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് എന്ന മകൻ പറയുന്നത്. ഈ മഹാഭാഗ്യങ്ങളെ ചവിട്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വളരെ നേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കുറച്ചു നാൾ മുമ്പ് സിംഗപ്പൂരിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. ലോകത്തെ ഏറ്റവും സുന്ദരമായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അവിടുത്തെ സർക്കാരിനൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെടുന്ന മാതാപിതാക്കൾ തെരുവിൽ നിറയാൻ തുടങ്ങി.
അപ്പൊ ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. എല്ലാ മക്കളും നിർബന്ധമായും തങ്ങളുടെ വീട്ടിൽ ഒരു റൂം മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നായിരുന്നു. പക്ഷെ മക്കൾ അത് വകവച്ചില്ല. അപ്പൊ ഗവൺമെന്റ് ഒന്ന് അയഞ്ഞു, ശരി വീട്ടിൽ താമസിപ്പിക്കേണ്ടതില്ല, മക്കൾ വീടിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു റൂം മാതാപിതാക്കൾക്ക് വേണ്ടി കണ്ടെത്തണമെന്ന് പറഞ്ഞു. മക്കൾ അതും പാലിച്ചില്ല. അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സ്വന്തം ചെലവിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കിയപ്പോ കൂട്ടത്തോടെ അവിടെ ഒരുപാട് മാതാപിതാക്കൾ വന്നു. അപ്പൊ ഗവൺമെന്റ് ഒരു വ്യവസ്ഥ വെച്ചു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മക്കളിൽ ഒരാൾ ഈ മാതാപിതാക്കളെ സന്ദർശിക്കണമെന്നായിരുന്നു. നടക്കാതെ വന്നപ്പോ 6 മാസത്തിലൊരിക്കൽ എങ്കിലും മക്കൾ മാതാപിതാക്കളെ സന്ദർശിക്കണമെന്ന് വ്യവസ്ഥ വെച്ചു. അതും നടക്കാതെ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, ഇനി മുതൽ മാതാപിതാക്കളുടെ സ്വത്തിൽ ഇൻഹെറിറ്റൻസ്, അവരുടെ അനന്തര സ്വത്ത് കിട്ടണമെങ്കിൽ 6 മാസത്തിലൊരിക്കൽ വീട്ടുകാരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ വെച്ചു. ഇതിനേക്കാൾ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഒരു 1-2 മാസം മുമ്പാണ് മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ മാനഭംഗം ചെയ്ത് കൊന്നു കളഞ്ഞ വാർത്ത നമ്മൾ പത്രത്തിൽ വായിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരായ മക്കളുണ്ടായിരിക്കെ ഒരു ഉമ്മ വിശന്ന് മരിക്കുകയും മരിച്ച ശരീരം പുഴുവരിച്ച ഗന്ധം പുറത്തു വന്നപ്പോൾ മാത്രം അയൽക്കാർ അറിയുകയും ചെയ്തത് തിരുവനന്തപുരത്താണ്. റമദാൻ മാസത്തില് മദ്യപിച്ചെത്തിയ മകൻ ഉമ്മ ചോദിച്ചപ്പോ ചോറ് വേവ് കുറഞ്ഞതിന്റെ പേരിൽ ചവിട്ടിക്കൊന്നത് വാടാനപ്പള്ളിയിലാണ്. ഭയങ്കര പുരോഗതിയാണ് നമുക്കുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. മാതാപിതാക്കൾ ഒരു പരിധി എത്തുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയായി, എടുക്കാച്ചരക്കായി മാറുകയും അവരുടെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം 745 എണ്ണമാണ്. ഇതില് ബഹുഭൂരിപക്ഷവും അമ്മമാരാണ്. 9726 അമ്മമാരുണ്ടെന്നാണ് കണക്ക്. ഈ വൃദ്ധസദനങ്ങൾ രജിസ്റ്റേർഡ് വൃദ്ധസദനങ്ങളാണ്. അതേസമയം കുറച്ച് പൈസയുള്ള മക്കൾ മാതാപിതാക്കൾക്ക് ചെറിയ ചില കാരണങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കും. അവർക്ക് നല്ല സൗകര്യം കിട്ടുന്ന, പേരിന് വൃദ്ധസദനം എന്ന പേരില്ലാത്ത പേ ആൻഡ് സ്റ്റേ എന്ന് പറയുന്ന സംവിധാനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ എണ്ണം 100-ലധികം വരുമെന്നാണ് കണക്ക്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ഔദ്യോഗികമായി അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണങ്ങൾ അതിനേക്കാൾ കൂടും എന്നും പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ജില്ല എറണാകുളമാണ്. തൊട്ടടുത്ത് തൃശൂർ, 3ാമത്തേത് കോട്ടയമാണ്. ഈ മധ്യ കേരളത്തിലുള്ള വൃദ്ധസദനങ്ങളുടെ മാത്രം എണ്ണമെടുത്താൽ കേരളത്തിലെ മൊത്തം വൃദ്ധസദനങ്ങളുടെ പകുതിയിലധികം വരുമെന്നാണ് കണക്ക്. ഒരു ആശ്വസിക്കാനുള്ള വകുപ്പുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വൃദ്ധസദനങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഇതാണ് ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ഇനിയൊന്നും കിട്ടുകയില്ല എന്ന തോന്നലുണ്ടാകുമ്പോ, അവരുടെ കറവ വറ്റി എന്ന് ബോധ്യപ്പെടുമ്പോ ഉമ്മയും വാപ്പയും അധിക ബാധ്യതയായി മാറുകയാണ് ചെയ്യുന്നത്. സ്വന്തമായി വീടെടുത്തോ വല്ല ഫ്ലാറ്റിലേക്കൊക്കെ താമസം മാറുമ്പോ കൂട്ടത്തിൽ എടുക്കേണ്ടതില്ലാത്ത, ഡിസ്പോസ് ചെയ്യേണ്ടുന്ന ചരക്കുകളായിട്ട് മാതാപിതാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്കൂളില് PTA മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഈ PTA മീറ്റിംഗിന് തൊട്ട് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരു ട്രെയിനർ. അപ്പൊ കുട്ടികൾക്ക് ക്ലാസ് എടുത്തതിന് ശേഷം രക്ഷിതാക്കൾക്ക് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ ട്രെയിനർ ഇങ്ങനെ ക്ലാസ്സിലേക്ക് കയറിയിട്ട് ക്ലാസ് തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. രക്ഷിതാക്കളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക്
ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ്? മാതാപിതാക്കൾ പറഞ്ഞ മറുപടി എന്താ? നമുക്ക് എല്ലാവർക്കും നമ്മൾ അതിന്റെ പറയൂ, അത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു നിമിഷം മിണ്ടാതിരുന്നിട്ട് ആ ട്രെയിനർ പറഞ്ഞു, ഞാൻ ഇതേ ചോദ്യം നിങ്ങളുടെ മക്കളോടും ചോദിച്ചിരുന്നു, മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണെന്ന്. അവര് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മാതാപിതാക്കളാണെന്ന്. ഒരു കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോവുകയും അവർ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുകയും ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ട്രെയിനർ ക്ലാസ് തുടങ്ങുന്നത്. സത്യം, ഞാനൊരു കാർട്ടൂൺ കണ്ടത് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലൊക്കെ മക്കള് തല്ലി പിടിക്കും, എന്റെ ഉമ്മയാണ് എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ് എന്റെ വാപ്പയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ. മുതിർന്നു കഴിയുമ്പോഴാണ് ഉമ്മ എല്ലാ മാത്രമല്ല നിങ്ങളുടെയുമാണ്, അത് നീ കൊണ്ടുപോയിക്കോ, കുറച്ചുനാൾ നിന്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറയാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ആളുകളുള്ളത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണ്. എന്നിട്ട് ഞാൻ ഇവിടെ എന്തുണ്ടോ എന്ന് പറയേണ്ടി വരുന്നത് ചോദിച്ചാല്, ഉമ്മത്ത് മുസ്ലിമയിൽ നിന്ന് അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്ര ഗൗരവത്തിൽ സംസാരിച്ച മറ്റൊരു മതവും ദർശനവും നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ഒട്ടും നീട്ടിപ്പരത്തൂല. വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് വന്ന ചില പദങ്ങൾ, അതിന്റെ അർത്ഥം മാത്രമാണ് ഞാൻ ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് മാത്രം മതി എങ്ങനെയാണ് മാതാപിതാക്കളും നമ്മളും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ പ്രയോഗം, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, അവനോട് ഒരാളെയും പങ്കു ചേർക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ എപ്രകാരം ഇബാദത്ത് ചെയ്യുന്നുവോ, എപ്രകാരം നിങ്ങൾ ശിർക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുവോ, അതോടൊപ്പം തന്നെ വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ പുലർത്തണം. പടച്ച തമ്പുരാനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ അതേ സ്വരത്തിലും അതേ ശൈലിയിലും അതേ ഭാഷയിലുമാണ് അള്ളാഹുവിനോട് ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളോടുള്ള ബന്ധം ഇഹ്സാനോടുകൂടിയാവണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇഹ്സാൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായ ഒരു മലയാളം എനിക്കറിയില്ല. ഇഹ്സാൻ റസൂൽ വിശദീകരിക്കുന്നുണ്ട്, തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. ഒരാൾ അല്ലാഹ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്ന ബോധ്യത്തിൽ കർമ്മം ചെയ്യുക എന്നാണ്. ഒരു ജന്മി, അയാളുടെ കീഴിൽ കുറെ തൊഴിലാളികൾ. ഈ ജന്മിയും തൊഴിലാളിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അയാൾ മാന്യമായ കൂലി കൊടുക്കും, അവരുടെ അവകാശങ്ങളൊക്കെ കൊടുക്കും. ജന്മിയായി ഈ തൊഴിലാളികൾക്ക് ഇഷ്ടമാണ്. അയാൾ പാടാത്തി എന്നില്ലെങ്കിലും അവര് നന്നായി പണിയെടുക്കും. കാരണം അയാൾ എത്ര രീതിയിൽ അവർ പരിഗണിക്കുന്നു. ഒരു ദിവസം പാടത്തിങ്ങനെ ഈ തൊഴിലാളികൾ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കെ ഈ മുതലാളി വെറുതെ ഒന്ന് പാടത്തേക്ക് ചെന്ന് ഇറങ്ങി നിന്നു. ഈ തൊഴിലാളികൾ പണിയും ചെന്നും കണ്ടിട്ട് ആ പാടവരമ്പത്ത് ഇങ്ങനെ നിൽക്കുമ്പോ സാധാരണഗതിയിൽ ഇല്ലാത്ത ഒരു കൈവേഗത ഈ തൊഴിലാളികൾക്കുണ്ടാവും, ഒരു സംശയം ഉണ്ടാവില്ല. എന്നവർ പണിയെടുക്കുന്നവരാണ്. പക്ഷെ ഇന്ന് മുതലാളി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഔത്സുക്യമുണ്ട്. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാഹു പറയാണ്, നിങ്ങൾ മാതാപിതാക്കളോടുള്ള ഏതൊരു പെരുമാറ്റം നടത്തുമ്പോൾ ഞാനത് കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് പറയുന്നു, ഇഹ്സാൻ പുലർത്തണമെന്നാണ് ഖുർആന്റെ പ്രയോഗം. എന്തിൽ? ആഹാരം കൊടുക്കുന്ന വിഷയത്തിലാണോ?
അതോ അവർക്ക് പറ്റുന്ന താമസ സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയത്തിലാണോ? എന്തിനാണ് ഞാൻ ഇഹ്സാൻ പുലർത്തേണ്ടത്? ഖുർആൻ അവിടെ മറുപടി പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങൾ മാതാപിതാക്കളോട് എന്തു ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കണം, അത് ഇഹ്സാനോട് കൂടിയായിരിക്കണം എന്നാണ് റബ്ബ് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ മൂന്നാമത്തെ പ്രയോഗം നമ്മൾ ഖാളി എന്ന് കേട്ടിട്ടുണ്ടാവും. ഖാളി എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്നാണ് അർത്ഥം. ഖള എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിച്ചു എന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ അള്ളാഹ് ഇത് പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹ് പറയാണ്, ഞാൻ മനുഷ്യന്റെ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കാൻ പോവുകയാണ്. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധി പ്രഖ്യാപിക്കാൻ പോകുന്നു. എന്താ വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്? മനുഷ്യന്റെ വിഷയത്തിൽ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതിനോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ വെച്ച് പുലർത്തണം എന്നതാണ് എന്റെ ഖളാ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ നാലാമത്തെ പ്രയോഗം വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു ചങ്ങായി മരിക്കാൻ കിടക്കുകയാണ്, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോ അയാളുടെ ജീവിതത്തിലെ അന്ത്യാഭിലാഷത്തെ സംബന്ധിച്ചാണ് നമ്മൾ വസിയ്യത്ത് എന്ന് പറയാറുള്ളത്. ഖുർആനും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദുകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യ, ഒരാൾക്ക് മരണമാസന്നമായാൽ അയാൾ വസിയ്യത്ത് ചെയ്യണം എന്ന് പറയുന്നു. ഒരാൾ വസിയ്യത്തിലേക്ക് വരിക അയാളുടെ ജീവിതത്തിൽ ഏറ്റവും ഒടുക്കത്തെ അടങ്ങാത്ത ഒടുക്കത്തെ ആഗ്രഹമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വസിയ്യത്താണെന്നാണ്. മാതല്ല അള്ളാഹുവിന്റെ അന്ത്യാഭിലാഷം എന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹ് പറയാൻ ഇൻസാന, മനുഷ്യനോടുള്ള എന്റെ വസിയ്യത്ത് എന്താണെന്നറിയുമോ? ഞാൻ മാതാമക്കളോട് വസിയ്യത്ത് ചെയ്യുന്നു. നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിലായിരിക്കണം, ഇഹ്സാൻ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വസിയ്യത്ത് ചെയ്യണമെന്ന് വസിയ്യത്ത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇതിനേക്കാൾ വലിയൊരു പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ വസിയ്യത്തായിട്ടാണ് മാതാപിതാക്കളുടെ പെരുമാറ്റത്തെ റബ്ബ് നമുക്ക് വിശദീകരിച്ചിരുന്നത്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകതയുണ്ട്. മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയാണ്, അവരെ വാർദ്ധക്യത്തിൽ നിങ്ങൾ പരിപാലിക്കണം. നമ്മൾ വിചാരിക്കും എന്തിനാ ഈ വൃദ്ധന്മാരായെ കുറിച്ച് പറയുന്നത്? എന്താ സമയത്ത് അറിയോ? വളരെ സിമ്പിളാണ്. ഇപ്പൊ നമ്മളുമായിട്ട് വലിയ പ്രായവ്യത്യാസമില്ലാത്ത നമ്മുടെ മക്കൾ, അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും കഴിയും, നമ്മളെ അറിയാനും കഴിയും. അപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മളുമായി വലിയ പ്രായവ്യത്യാസമില്ലാത്ത ആരോഗ്യമുള്ള മാതാപിതാക്കളുമായി ജീവിക്കുക എന്നതൊരു പ്രശ്നമല്ല. അതേസമയം ഈ മാതാപിതാക്കൾക്ക് വയസ്സായി, പ്രായമായി, അവർ രോഗികളായി കഴിഞ്ഞാൽ അവരെ പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവർ രണ്ടുപേരുമോ അവർ രണ്ടിലൊരാളോ വൃദ്ധരായ അവസ്ഥയിൽ നിങ്ങളുടെ കൂടെ വന്നാൽ, നിങ്ങളുടെ കൂടെ താമസിക്കുന്നുവെങ്കിൽ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, രണ്ടുപേരും അവരിൽ ആരെങ്കിലും ഒരാളോ വാർദ്ധക്യമുള്ള അവസ്ഥയിൽ നിങ്ങളെടുത്ത് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ ആളുകൾ വയസ്സായുള്ള പ്രശ്നമുണ്ട്. ആളുകൾ വയസ്സായ പ്രശ്നം വെച്ചാൽ ഇവര് പഴയ ഓർമ്മയിൽ ജീവിക്കും, നൊസ്റ്റാൾജിയയിൽ ജീവിക്കുന്ന ആളുകളാണ്. വീട്ടിൽ വരുമ്പോ ഭാര്യയ്ക്ക് പരാതിയാണ്, നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് ഞാൻ തോറ്റു, എന്ത് ഞാൻ എന്ത് വെച്ചു കൊടുത്താലും മൂപ്പത്തിയാക്കത് തൃപ്തിപ്പെടില്ല, ഇതൊന്നും പഴയതുപോലെ ശരിയായിട്ടില്ല. നല്ല മുഴുത്ത മത്തി വാങ്ങിച്ചു കൊണ്ട് കൊടുത്താൽ പറയും, അയ്യോ ഇതാ മത്തിയൊക്കെ ഞങ്ങളുടെ പഴയ കാലത്ത്. എത്ര രുചികരമായി ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അവർ പറയും, ഇതിങ്ങനെയാ വെക്കേണ്ടത്, ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെയേ അവർ പറയും. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത്, മാതാപിതാക്കൾ വൃദ്ധരായാൽ
കാരണം അവർക്ക് നമ്മുടെ തലമുറയുടെ പലതും പിടിക്കൂല. അരകളിൽ അരച്ച് ഉരലിൽ ഇടിച്ച് കല്ലിൽ തുണി കഴുകിയ ഒരു തലമുറ. നമ്മൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മിക്സിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതൊന്നും രുചി പോരാത്തതാണ്, ശരിയാവാത്തതാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. വരുമ്പോ കുട്ടികളുടെ മറുപടിയാണ്, ഈ വല്യാപ്പാനെയും വല്യമ്മാനെയും കൊണ്ട് തോറ്റു. എന്താ മോനെ? അനങ്ങാൻ സമ്മതിക്കൂല. അങ്ങോട്ട് പോയ കാൽ നീട്ടി വെക്കരുത്, കാല് മുറുകെ വെക്കരുത്, അങ്ങനെ കിടക്കരുത്, ഇങ്ങനെ കിടക്കരുത്, അവിടെ തുടരുത്, ഇവിടെ തുടരുത്, ഒരു അദബുമില്ല. ഞങ്ങളൊക്കെ മക്കളെ വളർത്തിയ ഭയങ്കര അദബിലാണ്. ഇത് ചെറിയ കുട്ടികളുടെ പരാതിയാണ്. റബ്ബ് പറഞ്ഞത് അത് പറയും. അത് പറയുന്നതോടുകൂടി അവരെ നിങ്ങൾക്ക് പോറ്റാൻ കഴിയണം. ഖുർആൻ പറയാണ്, നിങ്ങൾ എങ്ങനെ പെരുമാറണം? നിങ്ങൾ അവരോട് ഉഫ് എന്ന് പറയരുതെന്നാണ്. യഥാർത്ഥത്തിൽ ആ വിവർത്തനം തെറ്റാണ്. കാരണം അറബി ഭാഷയിൽ ഉഫ് എന്ന് പറയുന്ന ഒരു പദമില്ല, അതൊരു വാക്കല്ല. നമുക്ക് വെറുപ്പുള്ള, നീരസമുള്ള, ഇഷ്ടപ്പെടാത്തൊരു സംഗതി കാണുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതെ വന്നു പോകുന്ന ഒരു പക്ഷെ എന്ന് പറയുന്ന ഈ സൗണ്ട് ഉണ്ടല്ലോ, ഇതാണ് ഉഫ് എന്ന് പറയുന്നത്. വാക്കുപോലുമില്ലാത്ത നീരസത്തിന്റെ ഒരു ശബ്ദം. നിങ്ങൾ അവരോട് ഉഫ് എന്ന് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, അവരെ നിങ്ങൾ ആട്ടിയകറ്റരുതേ എന്നും നമ്മളെ പഠിപ്പിക്കും. മൃദുവായി ഹൃദ്യതയോടുകൂടി അവരോട് സംസാരിക്കുന്നു ഖുർആന്റെ പ്രയോഗം. നമ്മൾ വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളിങ്ങനെ നിയമങ്ങൾ വായിക്കുമ്പോൾ സാധാരണ അറബി ഭാഷയുടെ ഒരു നിയമത്തിൽ നിന്നുകൊണ്ടല്ല അല്ലാഹു സംസാരിക്കുന്നത്, ഒരു പ്രത്യേക ശൈലിയിലാണ്. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നിടത്ത് ഖുർആന്റെ വാക്കാണ്, നിങ്ങൾ ചിറക് വിരിക്കൂ. അറബി ഭാഷയിൽ മനുഷ്യനോട് ചേർത്ത് പറയുന്ന പദമല്ല ഖഫല എന്ന് പറയുന്നത്. ഖഫലത്തിൻ ദജാജതുലി ഫറഹിഹ, തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ചു. ഇതിനാണ് അറബി ഭാഷയിൽ ഖഫലൽ ജനാഹ് എന്ന് പറയുക. തള്ളക്കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പരുന്ത് റാഞ്ചാൻ വന്നു. പരുന്ത് റാഞ്ചാൻ വരുമ്പോ തള്ളക്കോഴി മെല്ലെ ചിറകൊന്ന് അടിച്ചിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും. ഉടനെ ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടി ഓടി വന്നിട്ട് ഈ അമ്മയുടെ ചിറകിനടിയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കും. ആ പതുങ്ങിയിരിക്കുന്ന വേളയിൽ ആ കോഴിക്കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്. അത് പറയുന്നുണ്ട്, ഇനി ഒരു പരുന്തും എന്നെ റാഞ്ചൂല്ല. എന്റെ അമ്മയുടെ ചൂടിനടിയിൽ ഞാൻ അനുഭവിക്കുന്ന മാനസികമായ ശാന്തിയുടെ, സ്വസ്ഥതയുടെ, ഇതെനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്തതാണ്. ഒരാളും ഞങ്ങളെ ഇനി തൊടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പെരുമാറാൻ വേണ്ടി പറഞ്ഞപ്പോ മറ്റൊരു പദവും പ്രയോഗിക്കാതെ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ കുഞ്ഞനുഭവിക്കുന്ന ശാന്തി ഉണ്ടല്ലോ, ആ സുരക്ഷ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കണം. നിങ്ങൾ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മക്കളുടെ ചിറകിനടിയിൽ മാതാപിതാക്കൾ കഴിയുമ്പോൾ ഒരാളുടെയും കറുത്ത മുഖം കാണാത്ത, ഒരാളുടെയും ആട്ടും തൂക്കും മേക്കേണ്ടി വരാത്ത, ഒരു കുഞ്ഞിന്റെയും ചീത്തവിളി കേൾക്കേണ്ടി വരാത്ത ശാന്തിയുടെ, സ്വസ്ഥതയുടെ അനുഭവം അവർക്കുണ്ടാകണം. ഇതാ ഖുർആൻ ഖഫദൽ ജനാഹ് എന്ന് പറഞ്ഞത്. അടുത്ത വാക്ക് നിങ്ങൾ ആലോചിച്ചു, ജനാഹദ്ദുൽ, നിങ്ങൾ ചിറക് വിരിക്കണം എന്നൊരു പ്രയോഗമുണ്ട്. അത് തള്ളക്കോഴി ചിറക് മാത്രമല്ല. നമ്മൾ പല ആളുകളും ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. മക്കൾക്ക് കുറച്ച് സമ്പത്തൊക്കെ ആയാലും ഞാൻ UK-യിലാണ്, ഞാൻ അല്ലെങ്കിൽ മറ്റു സ്ഥലത്താണ്. പലപ്പോഴും അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പൈസ അയച്ചു കൊടുക്കും, ഇവിടെ വീട്ടിൽ AC വെച്ചിട്ടുണ്ട്, നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത്, അല്ല, ചെക്കുകള് ചിറകുകളാവുകയില്ല, ചെക്കുകൾ ചിറകുകളാവുകയില്ല.
മാതാപിതാക്കൾക്ക് അനുഭവിക്കേണ്ടത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ സാമീപ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ അറബി ഭാഷ, ഞാൻ നേരത്തെ പറഞ്ഞു, അറബി ഭാഷാ നിയമങ്ങൾ പോലും അതിജയിക്കുന്നുണ്ട് ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ. അഹ്സന എന്ന് പറയുന്ന പദം വന്നാൽ അതിന് ശേഷം ഒരു പ്രത്യയം വരണം. അഹ്സിൻ ഇല ജാരിക്കെന്നാണ്. നീ നിന്റെ അയൽക്കാരനോട് നല്ല നിലയിൽ പെരുമാറണം. അഹ്സിൻ ഇല ജാരി. ഇപ്പൊ ഇല എന്ന് പറയുന്ന ഒരു ഹർഫ് അവിടെ വരും, ഒരു പ്രത്യയം അവിടെ വരും. അപ്പോ ഈ ജാറിനും ഇഹ്സാനും ഇടയിൽ ഒരു ചെറിയ വിടവുണ്ടല്ലോ. ഖുർആൻ നോക്ക്, മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോ ഈ വിടവുണ്ടാവില്ല. വബിൽ വാലിദൈനി ഇഹ്സാനൻ. മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ഇടയാളം ഉണ്ടാവണ്ട. വേലക്കാരല്ല അവരെ പരിചരിക്കേണ്ടത്. നിങ്ങളുടെ പരിചരണം, എന്റെയും നിങ്ങളുടെയും പരിചരണം, അതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ആവശ്യമെന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. നിങ്ങൾ മികച്ച സൗകര്യങ്ങൾ ഒരിക്കലല്ല. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്ക്, എത്രയോ മാതാപിതാക്കൾ കുട്ടനാട്ടില് ഒരു സ്കൂളില് ഒരു പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് എന്റെ വൈഫ് വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ടിലെ വൃദ്ധജനങ്ങളെ നേരത്തെ വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഈ നെടുമുടി ഭാഗത്ത് എന്റെ വൈഫിനൊരു ഡ്യൂട്ടി ഉണ്ടായി. ഇവള് രാവിലെ ഒരു വീട്ടിൽ ചെന്ന് കയറിയാണ്. ഭയങ്കര കൊട്ടാരം പോലത്തെ ഒരു വീട്, ഒരു അമ്മ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ അമ്മ ഇവള് പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പുറത്ത് വോട്ട് ചെയ്യിച്ചിട്ട് പുറത്തു പോകാൻ നോക്കിയിട്ട് വിടത്തില്ല. ഒരു കാരണവശാലും വിടില്ല. ഇതെന്റെ മോളാണ്, ഇവളെ വിടൂല എന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ വന്ന അധ്യാപകർ പറഞ്ഞു, തൽക്കാലം നീ നിൽക്കുന്നു. രാത്രി 7 മണിക്ക് ഞാൻ ചെന്നാണ് ആ സ്ത്രീ, ഈ മോളെ, എന്റെ വൈഫിനെ വിളിച്ചോണ്ട് വരേണ്ടി വന്നത്. ആ അമ്മക്ക് മോളെ കിട്ടിയിട്ടില്ല. അവിടെ ആസ്ട്രേലിയയിലോ ജർമ്മനിയിലോ എവിടെയാണ്. അതാ ഖുർആൻ പറഞ്ഞത്. നിന്റെ മാതാവ് നിന്നെ ഉമ്മ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കൈകൾ കൊണ്ടൊരു തലോടൽ നിന്റെ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കുന്നുണ്ട്. അവർ കിടക്കുന്ന ആ കട്ടിലിനടിയിൽ, അതിന്റെ ചാരത്ത് അവരോട് ചേർന്നൊന്ന് നിങ്ങൾ ഇരിക്കണമെന്ന്, നമ്മളൊന്ന് ഇരുന്നു കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനൻ. അതിനിടയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗം. എങ്ങനെ ഇരിക്കണം? ജനാഹദ്ദുൽ. അടുത്ത വാക്കാണ്. ഓരോ വാക്കും ഇങ്ങനെയാ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. നാഖത്തുൻ ദലൂൽ എന്ന് പറയും. താന് കിടന്നു കൊടുക്കുന്ന ഒട്ടകന്നാണ്. ഒരു പ്രശ്നമില്ലാതെ ഏതൊരു കുട്ടിക്കും ഓടിച്ചാടി കയറാൻ പറ്റുന്ന തരത്തിൽ വീണു കൊടുക്കുന്ന ഒട്ടകത്തിനെയാണ് ദലൂൽ എന്ന് പറയുക. അങ്ങനത്തെ ഒട്ട അപൂർവം ഉണ്ടാവുള്ളൂ. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറയാണ്, നീ നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ താണു വീണ് കിടന്നു കൊടുക്കണം. ഏതൊരു ചെറിയ കുട്ടിക്കും ഓടിക്കയറാൻ പറ്റുന്ന തരത്തിൽ വീണ് കിടക്കുന്ന ഒട്ടകത്തെ പോലെ. നിനക്ക് തോന്നലുണ്ടാവും, പാപ്പ സ്കൂളിലേ പോയിട്ടില്ല, ഉമ്മ 2ാം ക്ലാസ്സും ഗുസ്തിയും, ഞാൻ MA-യും MPhil-ഉം PG-യും PhD-യും PDF-ഉം. അല്ല, അതൊന്നുമല്ല നീ. അവരുടെ മുന്നിൽ നീ ഇപ്പോഴും ആ ചെറിയ മകനായി, കുഞ്ഞായി നീ വീണു കൊടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒറ്റയായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എല്ലാവർക്കും അർത്ഥം അറിയാം. ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. ഖുർആൻ ഒരു പ്രാർത്ഥനയ്ക്കും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ അള്ളാഹു ചെറിയൊരു വാക്ക്, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതെന്ന്. ഇതിന് അങ്ങനെ ഒരു വാക്ക്. നമ്മൾ നമ്മുടെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ ചെറുപ്പം എങ്ങനെയായിരുന്നു എന്ന് ഓരോ മകനും ഓർത്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മളൊക്കെ വിചാരിക്കുന്നത് മാതാപിതാക്കളെ മക്കളെ സേവിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാ, അവര് മുതിരുമ്പോഴാ. അല്ല, പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞ് കുട്ടി ഉമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ തുടങ്ങും. അല്ല, അതിനുവേണ്ടി അവർ ശ്രമിക്കുമ്പോൾ തുടങ്ങും. വാപ്പയും ഉമ്മയും കാത്തിരിപ്പാണ്.
ആ വയറിൽ നിന്ന് തലവെച്ചിട്ട് കുഞ്ഞ് അനങ്ങുന്നുണ്ടോ? കുഞ്ഞിപ്പനെ ചവിട്ടി എന്ന് മാതാവ് പറയുന്ന ആ നിമിഷം മുതൽ മാതാവും പിതാവും മക്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവനെന്താ കൊടുത്തത്? ഇവനെന്താ തിരിച്ചു കൊടുത്തത്? ആ സമയത്ത് ഈ മക്കൾ, ഞാനും നിങ്ങളൊക്കെ എന്താ തിരിച്ചു കൊടുത്തത്? നമ്മുടെ വയറ്റിലിട്ട് തൊഴിക്കും അല്ലേ? വെറുതെ സങ്കല്പിച്ചു വെക്കൂ. ഒരു ദിവസം ഒരു ചെറിയ കഷ്ണം കല്ലെടുത്തിട്ട് വയറിൽ കെട്ടി വെക്കുക. രണ്ടാമത്തെ ദിവസം ആ കല്ലിന്റെ കുറച്ച് ഭാരം കൂട്ടുക. മൂന്നാമത്തെ ദിവസം വയറ്റിൽ നിന്ന് ആ കല്ലിന്റെ വെയിറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഭയങ്കര അസ്വസ്ഥതയാവും. നമ്മുടെ സോക്സിനിടയിൽ ചെറിയൊരു കല്ല് കുടിക്കാനുള്ള അസ്വസ്ഥത ഒന്ന് ആലോചിച്ചു. ഇത് ഓരോ ദിവസം തോറും ഈ കല്ലിന്റെ വെയിറ്റ് കൂട്ടി നമ്മൾ 9 മാസവും 10 ദിവസവും ആകുമ്പോൾ ഒരു 2.5 കിലോ 3 കിലോ ഉള്ള ഒരു കല്ല് വയറ്റി വെച്ച് കിട്ടി കിടക്കുന്ന നമുക്ക് നടക്കാൻ പറ്റും? അത് നടക്കും. ഉമ്മ നടക്കും. ഉമ്മയുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ സഹിക്കും. സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിന്റെ വേദന അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാപിനിയുണ്ട്. ഡോളെന്നാ പറയുക. ചില ആളുകൾ ഡെല്ലെന്ന് പറയുന്നത്, ഡെല്ലെന്നല്ല ശരിക്കും ഡോളെന്നാ പറയുന്നത്. അത് മാക്സിമം ഡോൾ എന്ന് പറയുന്നത് ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം വേദന എന്ന് പറയുന്നത് 10 ആണ്. അതേസമയം ഒരു ഉമ്മ പ്രസവിക്കുമ്പോ കുഞ്ഞിന്റെ തല പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന്റെ പരിധി എന്ന് പറയുന്നത് 10.5 ഡോൾ എന്നാണ് പറയാ. 10.5 ആണ്. മനുഷ്യന് സാധ്യമല്ലെന്ന് ആ വേദന സഹിക്കാൻ. അത് സഹിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങോട്ട് പുറത്തു വരുന്നത്. ആ കുഞ്ഞു വന്നാൽ തീരുവോ? ഇല്ല, തീരൂല. അവന് ഉറങ്ങാൻ പറ്റൂല. അവന്റെ ഉറക്ക സമയത്തിനനുസരിച്ച് നമ്മൾ ഉറക്ക സമയം ക്രമീകരിക്കും. എത്ര തീനിച്ചു വന്ന് ഉറങ്ങുന്ന വാപ്പയാണെങ്കിലും കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉമ്മ എഴുന്നേക്കും, വാപ്പ എഴുന്നേക്കും. പിന്നെ അവനെ നാട്ടി ഉറക്കി അല്ലെങ്കിൽ അവളെ നാട്ടി ഉറക്കിയിട്ട് ഉമ്മക്ക് എഴുതാക്കാൻ പറ്റും. അതിങ്ങനെ ലോകത്തിലെ എല്ലാ ജീവിവർഗവും അതിന്റെ മക്കൾ കുറഞ്ഞ സമയം കൊണ്ട് സ്വയം പര്യാപ്തരാവും. കുറഞ്ഞ സമയം മതി ഒരു കോഴിക്കുഞ്ഞിന് സ്വന്തം കാലിൽ നടക്കാൻ, ഒരു പശുക്കുഞ്ഞിന് സ്വന്തം നടക്കാൻ, ഒരു കിടാവിന് സ്വന്തം നടക്കാൻ കുറഞ്ഞ സമയം മതി. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ മക്കൾ സ്വയം പര്യാപ്തരാണ്. ഏറ്റവും ചുരുങ്ങിയത് 20 വർഷമെങ്കിലും എടുക്കും സ്വന്തം കാലിൽ നിൽക്കാൻ. ഈ 20 വർഷവും തിരിച്ചൊന്നും കിട്ടുകയില്ല എന്ന 100% ബോധ്യത്തോടു കൂടിയാണ് ഈ മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നത്. എന്താ തിരിച്ചു കൊടുത്തിട്ടുള്ളത്? ഇവന്റെ പല്ല് മുളച്ചു കഴിയുമ്പോഴേ, ഇവൻ അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത് ഒരു കടിയുണ്ട്, ഉമ്മമാരുടെ ജീവൻ പോകും. എന്നാലും ആ കൈയൊന്ന് തലോടും. ആ വേദന അവർ മറച്ചു വെക്കും. അതാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അല്ലാഹ് പറയാൻ, നീ ഉമ്മക്കും വാപ്പക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പക്ഷെ നിന്റെ പ്രാർത്ഥനയിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ ഞാനൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ എന്നെ അവരെങ്ങനെയാണ് പോറ്റി വളർത്തിയതെന്ന ഓർമ്മ നിനക്കുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ വർത്തമാനത്തോട് പറയുന്നത്. ഇത് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും മിനിമമായ പെരുമാറ്റമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ അദറക അബവൈഹി. റസൂൽ ഒരിക്കൽ മിമ്പറിൽ കയറാൻ നേരത്തെ ഇങ്ങനെ ആമീൻ പറയുന്നുണ്ട്. ആമീൻ പറയുന്നത് കേട്ടിട്ട് സഹാബികൾ ചോദിക്കുന്നത്, ലിമ അമ്മൻത യാ റസൂലല്ലാഹ്, എന്താ റസൂൽ ആമീൻ പറഞ്ഞു? അപ്പൊ പറയാണ്, ഞാനിങ്ങനെ മിമ്പറിൽ കയറുന്ന സമയത്ത് എന്റെ പരിസരത്ത് വന്നിട്ട് ജിബ്രീൽ ഒരു ദുആ നടത്തി. എനിക്കതിന് ആമീൻ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു, നശിച്ചു പോകട്ടെ ഒരുത്തൻ. അതാണ് പ്രാർത്ഥന. ഒരുത്തൻ നശിച്ചു പോകട്ടെ. 3 പ്രാവശ്യം പറഞ്ഞു ജിബ്രീൽ. ആരാണെന്ന് ജിബ്രീൽ എന്ന് പറയുന്നുണ്ട്. മൻ അദറക അബവൈഹി, വൃദ്ധരായ മാതാപിതാക്കളിൽ 2 പേരെയുമോ അവരിൽ ഒരാളെയോ പരിചരിക്കാനുള്ള അവസരം വന്നു കിട്ടിയിട്ട് അതുവഴി